Dear students, in today's class, we will discuss the topic elevation in boiling point. Elevation in boiling point ഒരു colligative property ആണല്ലോ. ആദ്യം colligative properties ഒന്ന് നമുക്ക് ഓർത്തു നോക്കാം. ഏത് തരം സൊല്യൂഷൻസിലാണ് colligative properties ഉണ്ടാവുന്നത്? A solution containing non-volatile solute. അതായത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടുകൾ അടങ്ങിയ സൊല്യൂഷനാണ് കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. അത്തരം സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിൽ ആഡ് ചെയ്ത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയും. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഒക്കേഴ്സ്. ഈ ലോവറിംഗുമായി ബന്ധപ്പെട്ട് ഉള്ള 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ച കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. That is, colligative properties have a common feature. What is that? Those properties will depend only on the number of the solute particles, non-volatile solute particles, and not on their nature. Only on the number of the solute particles. ഓർമ്മ കിട്ടിയില്ലേ? ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. പ്രധാനപ്പെട്ട ആളാരാണ്? ബോയിലിംഗ് പോയിന്റ്. അസിയോട്രോപ്സിന്റെ ഡിസ്കഷനിൽ ബോയിലിംഗ് പോയിന്റും വേപ്പർ പ്രഷറും എല്ലാം നമ്മൾ കണ്ടതാണ്. ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം. The temperature at which the vapor pressure of a liquid becomes equal to atmospheric pressure. ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്, അല്ലേ? സോ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞാൽ അറ്റ് നോർമൽ 1 atmosphere pressure at 100 degree Celsius, വാട്ടറിന്റെ വേപ്പർ പ്രഷർ എത്രയായി മാറും? 1 atmosphere ആയി മാറും. ഓർ ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബിക്കംസ് ഈക്വൽ. 2 പ്രഷറുകളും, വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തുല്യമാകുന്ന ആ ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ബോയിലിംഗ് പോയിന്റും വേപ്പർ പ്രഷറും തമ്മിൽ എന്താ റിലേഷൻ? ബോയിലിംഗ് പോയിന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേപ്പർ പ്രഷർ. അതായത് ബോയിലിംഗ് പോയിന്റ് വേപ്പർ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. ആൽക്കഹോളിന്റെ തിളനില വാട്ടറിന്റെ തിളനിലയേക്കാൾ കുറവാണ്, അല്ലെ? ആൽക്കഹോൾ ബോയിൽസ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വൈ? ബിക്കോസ് ആൽക്കഹോൾ ഇസ് മോർ വോളറ്റൈൽ ദാൻ വാട്ടർ. ആൽക്കഹോളിന് വോളറ്റൈലിറ്റി, വേപ്പർ കണ്ടന്റ് ഓൾറെഡി വാട്ടറിനേക്കാൾ കൂടുതലാണ്. So greater will be the vapor pressure for alcohol and hence lower will be the boiling point. So boiling point is inversely proportional to what? Vapor pressure. Again, what are the factors affecting vapor pressure? ഏതൊക്കെ ഘടകങ്ങളാണ് വേപ്പർ പ്രഷറിനെ സ്വാധീനിക്കുന്നത്? One is temperature and the other is nature of the solute and solvent. ഇതും പ്രീവിയസ് നോളജിലുള്ളതാണ്. ഇതിൽ ടെമ്പറേച്ചർ നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷറിന് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടും, എസ്കേപ്പിംഗ് ടെൻഡൻസി കൂടും, അതിനനുസരിച്ച് വേപ്പർ പ്രഷറും കൂടും. സോ ഗ്രേറ്റർ ദ ടെമ്പറേച്ചർ, ഗ്രേറ്റർ ദി വേപ്പർ പ്രഷർ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി വായിക്കാം. സോ ഹയർ ദ ടെമ്പറേച്ചർ, higher the vapor pressure. Higher the vapor pressure, lower the boiling point. The temperature at which the vapor pressure of the liquid becomes equal to atmospheric pressure, the normal pressure at that time, is known as the boiling point of the liquid. Okay അല്ലേ? ഇനിയാണ് നമ്മുടെ മെയിൻ ഡിസ്കഷൻ, that is elevation, the colligative property elevation in boiling point. ഈ ഡിസ്കഷൻ തുടങ്ങുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. സാധാരണ കാണുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ കട്ടൻ ചായ ഇടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് പഞ്ചസാര ഇടാറുണ്ട്. അങ്ങനെ ചെയ്യാറില്ലേ? വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് പഞ്ചസാര ഇടുന്നതാണോ അതോ തിളച്ചതിന് ശേഷം പഞ്ചസാര ഇടുന്നതാണോ നല്ലത്? ബോയിലിംഗ് പോയിന്റ് പ്രിൻസിപ്പിൾ പ്രകാരം ഏതാണ് ശരി? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഈ ഡിസ്കഷനിൽ കിട്ടണം.
മുഴുവൻ ഞാൻ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടേം മൊളാലിറ്റിയാണ്. മോളാൽ സൊല്യൂഷൻസ്, അതായത് 1 mol per kilogram of the solvent. 1 mol of the solute per kilogram of the solvent. എന്തായിരിക്കും കാരണം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഹിയർ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നോർമലി ടെമ്പറേച്ചർ ചേഞ്ച് ഒക്കേഴ്സ്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ ടേം മാറിയാൽ ശരിയാവുമോ? പാടില്ല. സോ വി ഹാവ് ടു സെലക്ട് temperature independent concentration terms. Temperature independent concentration terms. And one such temperature independent concentration term is molality. അതുകൊണ്ടാണ് ഞാൻ മൊളാലിറ്റി ഇവിടെ ത്രൂ ഔട്ട് ഡിസ്കഷന് എടുക്കുന്നത്. ഇവിടെ നമുക്ക് 1 കിലോഗ്രാം വാട്ടർ എടുക്കാം. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിന്റെ വേപ്പർ പ്രഷർ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറായ 1 atmosphere ആയി മാറും അല്ലേ? ഈ 1 കിലോഗ്രാം വാട്ടറിലേക്ക് ഞാൻ 1 മോൾ ഷുഗർ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. 1 mol is added to 1 kilogram water. So it becomes 1 molal sugar solution. 1 molal sugar solution. ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്യാൻ വെക്കുന്നു. ബോയിലിംഗ് പോയിന്റ് കാണുന്നത് 100.52 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100.52 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ, വാട്ടറിനേക്കാൾ ഷുഗർ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടി. എത്ര കൂടി? 0.52 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബോയിലിംഗ് പോയിന്റ് റൈസ് ഉണ്ടായത്? യു ഹാവ് ആഡഡ് ഷുഗർ. ഷുഗറിന്റെ പ്രത്യേകത എന്താ? ഷുഗർ ഇസ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. എന്തായിരുന്നു? ഷുഗർ ഇസ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. So you can say that when a non-volatile solute is added to a solvent to form the solution, boiling point is elevated. There occurs what? Elevation, rise in boiling point. ഇവിടെ തന്നെ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമായി അല്ലേ? വെള്ളം തിളച്ചതിന് ശേഷം ഷുഗർ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് ഈ ഷുഗർ ആഡ് ചെയ്യുമ്പം എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്? പറഞ്ഞു, ഷുഗർ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വേപ്പർ പ്രഷറിന് സ്വന്തമായി കോൺട്രിബ്യൂഷൻ കൊടുക്കില്ല. അത് കൂടാതെ അത് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കുറയ്ക്കുക കൂടി ചെയ്യും അല്ലേ? സോ ഷുഗർ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ വാട്ടറിനേക്കാൾ തുടക്കത്തിലേ കുറവാണ്. ഈ സൊല്യൂഷനാണ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ 1 atmosphere ആയിട്ടുണ്ടാവുമോ? ചിന്തിച്ചു നോക്കാം. ഇല്ല. കാരണം എന്തായിരുന്നു? വേപ്പർ പ്രഷർ സൊല്യൂഷൻ്റെത് ആദ്യമേ കുറവാണ്. ഈ കുറവ് നികത്തണം. ടു കോമ്പൻസേറ്റ് ഫോർ ദിസ് ലോസ് ഇൻ വേപ്പർ പ്രഷർ യു ഹാവ് ടു ഹീറ്റ് ദ സൊല്യൂഷൻ മോർ. എത്ര വരെ ഹീറ്റ് ചെയ്യണം? ഒരു 0.52 ഡിഗ്രി സെൽഷ്യസ് കൂടി ടെമ്പറേച്ചർ ഉയരുന്നത് വരെ ഹീറ്റ് ചെയ്യണം. അങ്ങനെ ഹീറ്റ് ചെയ്ത് 100.52 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ 1 atmosphere ആയി മാറും. ആൻഡ് ദ സൊല്യൂഷൻ ബോയിൽസ്. സോ വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെന്റ് ടു ഫോം ദ സൊല്യൂഷൻ, lowering of vapor pressure occurs and as a result elevation in boiling point happens. Elevation in boiling point ഗ്രാഫിലൂടെയും വിശദീകരിക്കാം. ഗ്രാഫ് വരയ്ക്കുന്നത് വേപ്പർ പ്രഷർ എഗൻസ്റ്റ് ടെമ്പറേച്ചർ ആണ്. റൗൾസ് ലോ ഗ്രാഫ് എല്ലാം നമ്മൾ കണ്ടത് വേപ്പർ പ്രഷർ എഗൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ ആയിരുന്നു. ഹിയർ ദ ചേഞ്ചസ് വേപ്പർ പ്രഷർ എഗൻസ്റ്റ് ടെമ്പറേച്ചർ. വേപ്പർ പ്രഷർ is plotted along the y-axis and temperature along the x-axis. ഗ്രാഫ് ശ്രദ്ധിക്കാം. ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന ഈ ഹൊറിസോണ്ടൽ ലൈൻ, ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ സൂചിപ്പിക്കുന്നു. 1 atmosphere or 1.013 bar. AB എന്ന കർവാണ് പ്യുവർ സോൾവെന്റിൻ്റെത്. അതുപോലെ CD സൊല്യൂഷന്റെ കർവാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കൂടുന്നു എന്ന് കാണിക്കുന്ന കർവുകളാണ് ഗ്രാഫിലുള്ളത്. എ എന്ന ലോവർ ടെമ്പറേച്ചറിൽ തുടങ്ങുന്ന സോൾവെന്റിന്റെ എ ടു ബി ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. ഇ എന്ന പോയിന്റ് ശ്രദ്ധിക്കാം.
പോയിന്റിൽ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് തുല്യമാണ്. വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ് ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇങ്ങനെ വരുമ്പോൾ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് തുല്യമാവുമ്പോൾ എന്ത് സംഭവിക്കും? ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സോൾവെന്റ് ബോയിൽ ചെയ്യാൻ തുടങ്ങും. സോ താഴെ ഇതിന്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ നോക്കാം. വാട്ടർ ആണെങ്കിൽ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്യുവർ സോൾവെന്റ് ആണെങ്കിൽ എക്സ് ആക്സിസിലുള്ള ഈ കറസ്പോണ്ടിങ് പോയിന്റ് ഈ പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. സോ സിൻസ് ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ക്യാപിറ്റൽ ലെറ്റർ T, സിൻസ് പ്യുവർ സോൾവെന്റ് T0 ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് T0B എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെന്റ് ഇസ് റെപ്രസെന്റഡ് ആസ് T0B. അടുത്തത് സൊല്യൂഷന്റെ കർവ് CD ആണ്. CD ഗ്രാഫ് AB ഗ്രാഫിന് താഴേക്കാണ് വരയ്ക്കുന്നത്. എന്താ കാര്യം? When a non-volatile solute is added to a solvent, the vapor pressure is lowered. Lowering of vapor pressure occurs. അതുകൊണ്ട് തന്നെ ഏത് ടെമ്പറേച്ചറിലും പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. അതുകൊണ്ടാണ് ഗ്രാഫ് CD ABക്ക് താഴേക്ക് വരയ്ക്കുന്നത്. ഇനി CD ഗ്രാഫ് നോക്കാം. ഈ പെർട്ടിക്കുലർ പോയിന്റ് ശ്രദ്ധിക്കാം. ഈ പെർട്ടിക്കുലർ പോയിന്റിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്, അല്ലേ? ഈ ടെമ്പറേച്ചറിൽ സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഇത്രയുമാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് എത്തിയിട്ടില്ല. സോ സൊല്യൂഷൻ കനോട്ട് ബോയിൽ. എപ്പോഴാണ് സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്നത്? സൊല്യൂഷനിലെ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് തുല്യമാവുമ്പോഴാണ് സൊല്യൂഷൻ ബോയിൽ ചെയ്യാൻ തുടങ്ങുക. അത് ഏത് പോയിന്റ് ആണ്? ഈ കർവിൽ F എന്ന് കാണിച്ചിരിക്കുന്ന പോയിന്റ് ആണ്. ശരിയാണല്ലോ? Fലാണ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറായി മാറുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എക്സ് ആക്സിസ് നമുക്ക് റീഡ് ചെയ്യാം. ഇത്രയുമാണ് എക്സ് ആക്സിസിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ, അല്ലേ? അത് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് അല്ല, ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണ്. അതിനെ നമുക്ക് TB എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ സൊല്യൂഷന്റെ വേപ്പർ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് TBയും പ്യുവർ സോൾവെന്റിൻ്റെത് T0Bയും. ഏതാണ് ഇതിൽ കൂടുതൽ? TB ആണ്. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് പ്യുവർ സോൾവെന്റിനേക്കാൾ കൂടുതൽ. എത്ര കൂടുതലുണ്ട്? വാട്ട് ഈസ് ദ ഇൻക്രീസ്? ഈ കാണിച്ചിരിക്കുന്ന ഇത്രയുമാണ് ദ റൈസ് ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ ഡെൽറ്റ TB എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദ ചേഞ്ച് delta TB represents the rise or elevation in boiling point. And what is that value? It is equal to TB minus T0B. So elevation in boiling point, delta TB is equal to TB minus T0B. So when a non-volatile solute is added to a solvent, lowering of vapor pressure occurs. As a result, elevation in boiling point happens. And that elevation in boiling point is represented by delta TB, which is equal to TB minus T0B. Now we have to see how to express the elevation in boiling point. So expression for elevation in boiling point. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിൽ ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നത് കൊണ്ടാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. എത്ര വേപ്പർ പ്രഷർ കുറയുന്നു അതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. സോ ഗ്രേറ്റർ ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഗ്രേറ്റർ വിൽ ബി ദ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. സോ ഹൗ ക്യാൻ യു എക്സ്പ്രസ് ദാറ്റ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ P എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഡെൽറ്റ P is directly proportional to delta TB, elevation in boiling point. So delta P is directly proportional to delta TB. It can be taken as 1. And in the last class we have seen delta P is equal to chi 2 into P01.
where chi2 is the mole fraction of the solute in the solution. From this, you can write delta P is directly proportional to chi2. Let it be 2. So consider 1 and 2. 1 ഉം 2 ഉം നോക്കാം. Delta P is directly proportional to delta TB. Again, delta P is directly proportional to chi2. So you can write delta TB is directly proportional to chi2. എഴുതിക്കൂടെ? Delta TB is directly proportional to chi2, the mole fraction of the solute. Or delta TB is equal to K, the proportionality constant, small letter k, into chi2. Now what is chi2? Chi2, the mole fraction of the solute, is equal to N2 divided by N1 plus N2. Colligative properties എല്ലാം Raoult's lawയുടെ ഭാഗമായി വരുന്നതാണ്. So we have to consider very dilute solutions. Very dilute solutions. In dilute solutions, you know that N2, the number of moles of the solute, is much less than N1. N2 much less than N1. അതായത് number of moles of the solute solventന്റെ number of molesനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. So N2 in the denominator can be neglected. N2 in the denominator can be neglected. Therefore, chi2 becomes N2 divided by N1 plus N2, which is reduced to N2 divided by N1. എന്തായിട്ട് മാറുന്നു? N2 divided by N1. N means the number of moles. That is given mass divided by molecular mass. So N1 means W1 by M1. 1 represents always the solvent and 2 represents always the solute. അത് മറന്നു പോകരുത്. 1 സോൾവെന്റിനെയും 2 സൊല്യൂട്ടിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ N1 എന്ന് പറഞ്ഞാൽ W1 by M1 എന്ന് എഴുതാം. Where W is the mass and capital letter M is the molecular mass. Similarly, N2നെ W2 divided by M2 എന്നും എഴുതാം. സോ എക്സ്പ്രഷൻ എന്തായി മാറും? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു N2 divided by N1, which is equal to K into N2 ഞാൻ അങ്ങനെ തന്നെ വയ്ക്കുന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ W1 by M1 എന്നാക്കി മാറ്റുന്നു. ഡിനോമിനേറ്റർ മാത്രം എക്സ്പാൻഡ് ചെയ്ത് എഴുതി W1 by M1. ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു K into M1 into N2 divided by W1. K into M1, capital letter M1 into N2 divided by W1. W1 mass of the solvent ആണ്. Mass of the solvent നമ്മൾ കിലോഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ N2 divided by W1നെ എങ്ങനെ വായിക്കാം? Number of moles of the solute per kilogram of the solvent. എന്തായിരുന്നു? Number of moles of the solute per kilogram of the solvent. അതെന്താണ്? ഒരു കോൺസെൻട്രേഷൻ ടേം ആണ്, മൊളാലിറ്റി. സോ N2 divided by W1 can be written as what? Small letter m, molality. അല്ലേ? Again, K into M1. K is a constant. M1, mass of the molecular mass of the solvent. മാറുന്നുണ്ടോ? ചേഞ്ച് ചെയ്യുന്നില്ല. So M1 is also a constant. So the product K into M1 is another constant. അതിനെ ക്യാപിറ്റൽ ലെറ്റർ കെ ബി എന്ന് എഴുതുന്നു. സോ ഈ എക്സ്പ്രഷൻ എന്തായി മാറി? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. എന്തായിരുന്നു? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം, വേർ എം ഇസ് ദി മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് കെ ബി, the proportionality constant, is called boiling point elevation constant or molal elevation constant or ebullioscopic constant. അതായിരുന്നു പുതിയ ടേം എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അതൊരു ലാറ്റിൻ പദമാണ്. എബുലിയോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നർത്ഥം. സോ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്. മനസ്സിലായില്ലേ? സോ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഇനി നമുക്ക്
നമുക്ക് കെ ബി ഒന്ന് ഡിഫൈൻ ചെയ്യണം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മസ്റ്റ് ഹാവ് ടു ബി ഡിഫൈൻഡ്. സോ ഡെഫിനിഷൻ ഓഫ് കെ ബി. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി എന്താവുന്നത് എപ്പോഴാ? വെൻ എം ഇസ് ഈക്വൽ ടു 1, മൊളാലിറ്റി 1 ആവുമ്പോൾ. സോ ഹൗ ക്യാൻ യു ഡിഫൈൻ? മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്, അതായത് കെ ബി ഇസ് ദ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് വെൻ ദ മൊളാലിറ്റി ഇസ് ഈക്വൽ ടു യൂണിറ്റി. ശരിയല്ലേ? വൺസ് അഗെയിൻ, മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ഇസ് ദി എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് when the molality equal to unity. So definition okay. ഇനി നമുക്ക് വേണ്ടത് കെ ബിയുടെ യൂണിറ്റ് എന്തായിരിക്കും എന്നറിയാം. യൂണിറ്റ് ഫോർ കെ ബി. സോ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം ആണ്. സോ കെ ബിയുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? കെ ബി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി ഡിവൈഡഡ് ബൈ എം. അങ്ങനെ എഴുതിക്കൂടെ? So delta TB is equal to KB into M. Therefore KB is equal to delta TB divided by M. What is the unit of delta TB? Kelvin. What is the unit of molality? Number of moles per kilogram ആണ്. So mole kilogram raised to -1. Mole kilogram raised to -1. Substitute ചെയ്യുമ്പോൾ you will get delta TB divided by M ആണ്. സോ കെൽവിൻ ഡിവൈഡഡ് ബൈ മോൾ പെർ കിലോഗ്രാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1. സോ വാട്ട് ഈസ് ദ യൂണിറ്റ്? കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1. കൂടാതെ കെൽവിന് പകരം ഡിഗ്രി സെൽഷ്യസ് എന്നും എഴുതാം. സോ ഡിഗ്രി സെൽഷ്യസ് കിലോഗ്രാം മോൾ റേസ് ടു -1. ഓൾസോ കെൽവിൻ പെർ മൊളാലിറ്റി എന്ന യൂണിറ്റും പോസിബിൾ ആണ്. സോ കെൽവിൻ മൊളാലിറ്റി റേസ് ടു -1. കെൽവിൻ പെർ മൊളാലിറ്റി. ഒരു സോൾവെന്റിന് കെ ബി വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ വാട്ടർ കെ ബി ഇസ് എ കോൺസ്റ്റന്റ്. ഫോർ ബെൻസീൻ കെ ബി ഇസ് എ കോൺസ്റ്റന്റ്. വാട്ടറിന്റെ കെ ബി വാല്യൂ എന്ന് പറയുന്നത് 0.52 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ആണ്. അതുപോലെ ബെൻസീൻ്റെ വാല്യൂ 2.53 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ആണ്. How can you say that elevation in boiling point is a colligative property? Once again consider the expression for delta TB. Delta TB is equal to KB into M, or delta TB is directly proportional to M, where M is the molality. That is, number of moles of the solute per kilogram of the solvent. Therefore, delta TB, the elevation in boiling point, depends only on number of moles of the solute per kilogram of the solvent and not on the nature of the solute. Therefore, you can say that elevation in boiling point is a colligative property. What are the applications of elevation in boiling point as a colligative property? കഴിഞ്ഞ ക്ലാസ്സിൽ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ആപ്ലിക്കേഷൻ പഠിച്ചതോർക്കുന്നോ? എന്തായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനായി പറഞ്ഞത്? കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ മോളിക്യുലാർ മാസ് ഓഫ് അൺനോൺ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അല്ലേ? അൺനോൺ ആയിട്ടുള്ള നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മോളിക്യുലാർ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഈസ് എ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി. So elevation in boiling point can be used to determine the molecular mass of the unknown solute. അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. നമ്മൾ ഡെൽറ്റ ടി ബിയുടെ എക്സ്പ്രഷൻ എഴുതുന്നു. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം, വേർ എം ഇസ് ദി മൊളാലിറ്റി. Again, molality is number of moles of the solute per kilogram of the solvent. So expression എങ്ങനെയായി? Kb into N2 divided by W1. N2 divided by W1. Again, N2 is W2 divided by M2. W2 divided by M2. Therefore, the expression becomes Kb into W2 divided by M2 into W1. ശരിയല്ലേ? Kb into W2 whole divided by M2 into W1.
where W1 is the mass of the solvent in kilograms. കിലോഗ്രാമിലാണ്. And M2 represents the molecular mass of the unknown solute. M2 represents the molecular mass of the unknown solute. So from this expression, you can determine the molecular mass of the unknown solute. അധികവും W1 എന്നത് തരുന്നത് ഗ്രാമിലായിരിക്കും. W1 is usually given in what? Grams. Since here you are considering molality, you have to convert W1 in grams to kilograms. കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. So W1 divided by 1000 in the denominator. W1 by 1000 in the denominator. So on rearranging, 1000 ന്യൂമറേറ്ററിൽ എത്തും. 1000 comes in the numerator. അപ്പോൾ എക്സ്പ്രഷൻ എന്തായി നോക്കുക. W1 ഗ്രാമിൽ തരുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്. ശ്രദ്ധിക്കണം, W1 in grams. So expression becomes delta TB is equal to KB into W2 into 1000 divided by M2 into W1. Once again, KB into W2 into 1000 divided by M2 into W1. Using this expression, M2 can be written as M2, the molecular mass of the solute, is equal to 1000 into Kb into W2 divided by delta Tb into W1. Once again, 1000 into Kb into W2 divided by delta Tb into W1, where M2 is the molecular mass of the unknown solute, Kb is the molar elevation constant, W2 is the mass of the solute, delta Tb is the elevation in boiling point, and W1 is the mass of the solvent in grams. There are also some other applications in our day-to-day life. ചിലത് നോക്കാം. While boiling egg, why we add a pinch of table salt to the water? ശ്രദ്ധിച്ചിട്ടില്ലേ? വീട്ടിൽ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാറുണ്ട്. ഇല്ലെങ്കിൽ അത് നല്ലതാണ്. എന്താണ് കാരണം? ഉപ്പ് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. Salt is a non-volatile solute. When salt is added to water, elevation in boiling point occurs. Elevation in boiling point occurs. അതിൻ്റെ ഫലമായി വാട്ടറിൻ്റെ ഹീറ്റ് കണ്ടൻറ്റ് കൂടും. ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് വാട്ടർ ഇൻക്രീസസ്. വളരെ വേഗം മുട്ട പുഴുങ്ങി കിട്ടും. So cooking and hard boiling of egg becomes faster when you add a pinch of table salt to the water while boiling egg. So this is an application of elevation in boiling point. Finally, we will study the formula to calculate the molar elevation constant, Kb. It is given by Kb is equal to RT0 squared divided by 1000 LV. What is the formula? Kb is equal to RT0 squared divided by 1000 LV. Here LV is the latent heat of vaporization per gram of the solvent. LV denotes the latent heat of vaporization per gram of the solvent. So LV can be written as LV is equal to delta H vaporization divided by M1. LV is equal to delta H vaporization divided by M1. Substituting, Kb becomes Kb equal to M1 into R into T0 squared divided by 1000 into delta H vaporization. Once again, M1 into R into T0 squared divided by 1000 into delta H vaporization, where T0
is the boiling point of the pure solvent. LV is the latent heat of vaporization per gram of the solvent. Delta H vaporization is the latent heat of vaporization per mole of the solvent. M1 is the molecular mass of the solvent. R is the universal gas constant, whose value is 8.314 joule per Kelvin per mole if LV is expressed in joules, or 2 calorie per degree per mole if LV is expressed in calories.